ഹലോ സ്റ്റുഡൻസ്, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ള ചാപ്റ്ററിലെ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്, ബ്ലഡ് ആൻഡ് ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഹാർട്ടിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ബിക്കോസ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവേ ഈ വേനൽക്കാലമാകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ആക്ടിവിറ്റി ചെയ്യാനും ഔട്ട്ഡോർ ആയിട്ടുള്ള ഔട്ടിങ്ങിനൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ടാവും. പക്ഷേ മഴക്കാലമാകുമ്പം പൊതുവിലെല്ലാവരും തണുപ്പൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം പുറത്തുള്ള ആക്ടിവിറ്റീസ് കുറയും, കളിക്കാൻ പോകുന്നത് കുറയും, മറ്റു കാര്യങ്ങളും പ്രാക്ടീസും പരിപാടിയും എല്ലാം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമായിരിക്കും കൂടുതൽ സമയം. രാത്രി നല്ല മഴയുണ്ടാകും, നേരത്തെ കിടക്കും. രാവിലെയും മഴയാണെങ്കിൽ കുറച്ച് അധികം സമയം കിടക്കും. അപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജോലിയൊക്കെ കുറഞ്ഞ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഹാർട്ട് പഠിക്കാം. ബിഫോർ ദാറ്റ് ഈ ഹാർട്ടിലൂടെ കടന്നു പോകുന്ന ബ്ലഡിനെ പറ്റി നമ്മൾ അറിയണം. ഓക്കെ, യെസ്, നേരെ ടെക്സ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലഡ് ആൻഡ് ലിംഫ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ബ്ലഡിനെ നമുക്ക് രണ്ടായിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 55% ഓഫ് പ്ലാസ്മ ആൻഡ് 45% ഓഫ് ബ്ലഡ് സെൽസ്. ഓക്കെ, പ്ലാസ്മ 55% ഉള്ളതിൽ എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? വാട്ടർ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതർ കോമ്പണൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കിയാലോ? യെസ്, എന്താണ് പ്ലാസ്മയിലെ വാട്ടറിൻ്റെ ഫംഗ്ഷൻ? വളരെ സിമ്പിളാണ്. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ്. ഓക്കെ, ഇപ്പോൾ ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, നമ്മൾ ഫുഡിലൂടെ നമ്മളെ ബോഡിക്കകത്തേക്ക് എത്തുന്ന ന്യൂട്രിയൻസിൻ്റെ എല്ലാം ട്രാൻസ്ഫർ ആവശ്യമുള്ള ഓരോ ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് ബ്ലഡിലെ പ്ലാസ്മയിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, 3 പ്രോട്ടീൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ലൈക്ക് AGF, KGF പോലെ AGF എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് അതർ കോമ്പണൻസ് ആണ്. ഇനി നേരെ നമ്മൾ 45% ഉള്ള ബ്ലഡ് സെൽസ് നോക്കുന്ന സമയത്ത് നമുക്കവിടെ റെഡ് ബ്ലഡ് സെൽസ് കാണാൻ പറ്റുന്നുണ്ട്, ചുവന്ന രക്തകോശങ്ങൾ. എന്താണ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ദറ്റ് ഹെൽപ്സ് ദ ട്രാൻസ്ഫർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. നമ്മളെ ബോഡിക്കകത്തെത്തുന്ന ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്ഫർ, ക്യാരിയിങ് നടത്തുന്നത് ഈ റെഡ് ബ്ലഡ് സെൽസാണ്. ഓക്കെ, ഹീമോഗ്ലോബിൻ വഴിയാണ് ഇത് നടത്തുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസാണ്, വെളുത്ത രക്തകോശങ്ങൾ. ഇവരെന്തിനാണ് മേജറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോർ ദ ഇമ്മ്യൂണിറ്റി, നമ്മളെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബോഡിയിൽ വെളുത്ത രക്തകോശം നിലകൊള്ളുന്നത്. ഓക്കെ, ഫോർ ദ ഇമ്മ്യൂണിറ്റി. ഇനി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. എന്താണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ? ദറ്റ് ഹെൽപ്സ് ഫോർ ദ ബ്ലഡ് ക്ലോട്ടിങ്. ഇന്നലെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ് ചെയ്യുന്ന ഒരാളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആരാണത്? വൈറ്റമിൻ K പ്രസൻറ്റ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ആരാണ് വൈറ്റമിൻ K പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, സർട്ടൻ ബാക്ടീരിയാസ്. ഓക്കെ, സോ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു, ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഇനി നമുക്ക് നേരെ പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ നോക്കാം. AGF, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദറ്റ് റെഗുലേറ്റ്സ് ദ ബ്ലഡ് പ്രഷർ. അതായത് നമ്മുടെ രക്തത്തിൻ്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ആരാണ്? ആൽബുമിനാണ്. ഗ്ലോബുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധമാണ്, ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, നമ്മളെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി, നമ്മളെ ബോഡിയിലെ സോൾജേഴ്സ് ആയിട്ട് നിലകൊള്ളുന്ന കുറച്ച് ആൾക്കാരാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇനി ഫൈബ്രിനോജനാണ്. എന്താണ് ഫൈബ്രിനോജൻ്റെ ഫംഗ്ഷൻ? ദ സെയിം, രക്തം കട്ട പിടിക്കാൻ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബ്രിനോജൻ. ഓക്കെ, സോ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതിൽ പറയുന്നത് റിലേറ്റഡ് ടു അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അതർ കോമ്പണൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വാട്ടർ ബാലൻസ്, നമ്മുടെ ബോഡിക്കകത്തെ വാട്ടർ ബാലൻസ്. പിന്നെ ഒന്ന് മിനറൽസിനെ ബാലൻസ് ചെയ്യുന്ന കാര്യം. ദെൻ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, അഥവാ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന മറ്റ് ഘടകങ്ങളാണ്. പിന്നെ യെസ്, ഫോർ ദ ഹോമിയോസ്റ്റാസിസ്, ഇൻറ്റേർണൽ സിസ്റ്റത്തിൻ്റെ ഹോമിയോസ്റ്റാസിസ് നടത്താൻ വേണ്ടി നമ്മളെ ബോഡി കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, ബ്ലഡ് റെഗുലേറ്റ് ചെയ്യുന്നത്, ബാക്കി നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഓർഗൻസിൻ്റെ എല്ലാം ഫങ്ഷനിങ് എല്ലാം പ്രോപ്പറായിട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മളെ ബോഡി എന്ന് പറയുന്നത് പ്രോപ്പർ ഹോമിയോസ്റ്റാസിസിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അതർ കോമ്പണൻസ്, നമ്മുടെ പ്ലാസ്മയിൽ വരുന്ന അതർ കോമ്പണൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡൺ അല്ലേ? ഇനി ഇവിടെ അബിക്കൊരു സംശയമുണ്ട്. സാർ, എങ്ങനെയാണ് ഈ സബ്സ്റ്റൻസസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എയർ ഉണ്ട്, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ പോലെയുള്ള എയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ കിട്ടുന്ന ന്യൂട്രിയൻസ്, ഇതെല്ലാം എങ്ങനെയാണ് കോശങ്ങൾ, അതായത് ആക്ച്വൽ സെൽസിനുള്ളിലേക്ക് എത്തുന്നത്? അത് നേരിട്ട് ബ്ലഡ് തന്നെ ഡയറക്റ്റായിട്ടാണോ ഡെലിവറി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആണോ? അതിൻ്റെ ആൻസർ ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. നമ്മുടെ ഒരു സെല്ലിലും ബ്ലഡ് ഡയറക്റ്റായിട്ട് സബ്സ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് ഒരു മീഡിയേറ്റർ ഉണ്ട്. ഓക്കെ,
അതിനിടയ്ക്ക് ഒരു മീഡിയേറ്റർ പ്രസൻ്റ് ആണ്. ആ മീഡിയേറ്ററാണ് ഈ സബ്സ്റ്റൻസിനെ ബ്ലഡിൽ നിന്നും സെല്ലിനകത്തേക്കും തിരിച്ചും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ കാണാം, നമ്മളിപ്പം ഒരു ചോക്ക് എടുത്തിട്ട് വന്നൊരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ വാടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ ഒരു പേരനെയും കൂടി കൂട്ടിയിട്ടേ അവരെങ്ങോട്ട് പോകുള്ളൂ, സ്റ്റാഫ് റൂമിലേക്ക് പോകുള്ളൂ. അപ്പോൾ എന്തിനും ഒരു മീഡിയേറ്റർ വേണം, അല്ലെങ്കിൽ കൂടെ ഒരാൾ വേണം. അതുപോലെ തന്നെയാണ് ഇവിടെ ബ്ലഡ് ഒരിക്കലും ഡയറക്റ്റായിട്ട് സെല്ലിലേക്ക് ഇറങ്ങി ചെന്ന് സബ്സ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബ്ലഡ് വെസലിൽ നിന്നും ഈ പറയുന്ന സബ്സ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആർക്കാണ്? ഒരു സ്പെഷ്യൽ ഫ്ലൂയിഡിനാണ്. ഓക്കെ, ആ സ്പെഷ്യൽ ഫ്ലൂയിഡിൻ്റെ പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡാണ് സെൽസിലേക്ക് ഇറങ്ങി ചെന്ന് ഈ സബ്സ്റ്റൻസസിൻ്റെ ആക്ച്വൽ ട്രാൻസ്ഫർ അഥവാ സംവഹനം പോസിബിൾ ആക്കുന്നത്. ഓക്കെ, തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ടിഷ്യൂ ഫ്ലൂയിഡ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? രക്തം ഒരിക്കലും സെല്ലിനകത്തേക്ക്, കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. രക്തക്കുഴലുകൾക്കും സെല്ലിനുമിടയിൽ ഒരു പ്രത്യേക ദ്രവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, സ്പെഷ്യൽ ഫ്ലൂയിഡ്. ക്ലിയർ അല്ലേ? ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്കിവിടെ ധമനിയും കാണാൻ പറ്റുന്നുണ്ട്, സിരയും കാണാൻ പറ്റുന്നുണ്ട്, അഥവാ ആർട്ടറിയും കാണാൻ പറ്റുന്നുണ്ട്, വെയിൻസും കാണാൻ പറ്റുന്നുണ്ട്. അതിനെപ്പറ്റി ആലോചിച്ച് കൺഫ്യൂഷനാണ്. ഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് പഠിക്കാം. ഓക്കെ, ഇനി ഈ ധമനിയിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് എന്ത് പോകുന്നുണ്ട്? ബ്ലഡ് ക്യാപ്പിലറീസ് പോകുന്നുണ്ട്, അഥവാ രക്തലോമികകൾ പോകുന്നുണ്ട്. പിക്ചർ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ റെഡ് കളറിൽ? യെസ്. ഇനി ഈ ലോമികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? അതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും, സ്മോൾ ഹോൾസ് ഉണ്ടാവും. ഈ സുഷിരങ്ങളിലൂടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഫ്ലൂയിഡ് അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ് എവിടത്തേക്ക് ഊർന്നിറങ്ങുന്നത്? കോശത്തിനകത്തേക്ക് അഥവാ സെല്ലിനകത്തേക്ക് ഊർന്നിറങ്ങുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഊർന്നിറങ്ങുന്ന കൂട്ടത്തിൽ എന്തുണ്ടാവും? സബ്സ്റ്റൻസസും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആ മെറ്റീരിയൽ അഥവാ സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നു. ഓക്കെ, സോ അവിടത്തേക്ക് ഇറങ്ങി ഇനി ഇത് തിരിച്ചു വരണ്ടേ? അതെങ്ങനെയാണ് നടക്കുന്നത്? നോക്കിക്കോ. ഇങ്ങനെ അവിടെ റിലീസായ ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ അഥവാ ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം എങ്ങോട്ട് പോകുന്ന പറയുന്നത്? ലിംഫ് ലോമിയകളിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു? ലിംഫ് ലോമിയകളിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എൻട്രി ചെയ്തിട്ടുള്ള വെസലിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ലിംഫിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് ഇവിടെ പറയുന്നത് ഫാറ്റ് ഡൈജഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കോമ്പണൻസും അതുപോലെ തന്നെ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ലിംഫിലൂടെയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ വില്ലസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാക്റ്റിയൽസ് അഥവാ ലിംഫിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ കണ്ടതാണ് ഈ ഫാറ്റിൻ്റെ ഡൈജഷനിൽ എത്രത്തോളം ലാക്റ്റിയൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് റെഗുലേറ്റഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ്? ഓക്കെ, അപ്പം ഈ സെൽസിനിടയിൽ രക്തലോമികളിലൂടെ അഥവാ ക്യാപ്പിലറീസിലൂടെ ഊർന്നിറങ്ങുന്ന ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ അളവ് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിനുള്ള ആൻസർ ഒന്നെന്ന് പറയുന്നത് ഇതിലെ കുറച്ച് ഭാഗം ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ട് പോകും? ലിംഫിലേക്ക് പോകുന്നു. നമ്മൾ ഓൾറെഡി കണ്ടു. 1 part ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംഫ് ക്യാപ്പിലറീസ്. ഓക്കെ, എന്നാൽ ദ അതർ പാർട്ടോ, ബാക്കിയുള്ളതോ? അതിനെന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് വീണ്ടും തിരിച്ച് ബ്ലഡ് ക്യാപ്പിലറീസിലേക്ക് അഥവാ രക്തലോമികളിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ആയി പോകും. ഓക്കെ, അതായത് രക്തലോമികളിലേക്ക് തന്നെ തിരികെ പ്രവേശിക്കുകയാണ് ചെയ്യുക ഈ ടിഷ്യൂ ഫ്ലൂയിഡ്. അങ്ങനെയാണ് ഇതിൻ്റെ അളവ് ഈ സെൽസിൻ്റെ ഇടയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ലിംഫ് ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ ലിംഫ് വെസൽസ് ഉണ്ട്. ഓക്കെ, ആ ലിംഫിൽ നിന്നും ക്യാരി ചെയ്ത് പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിംഫ് വെസൽസ് ഉണ്ട്, പല ഭാഗത്തേക്ക് പോകുന്ന ലിംഫ് വെസൽസ്. നെക്സ്റ്റ് ലിംഫ് നോഡ്സ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ബോൺ മാരോ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ തൈമസ് ഗ്ലാൻഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, എന്നാലും ഷോർട്ടായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, ഓർമ്മിച്ച് വെച്ചാൽ മതി. ബോൺ മാരോൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷനാണ്. അതേപോലെ തന്നെ സ്പ്ലീനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം നമ്പറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ നമ്പറിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പ്ലീനിൻ്റെ ഫംഗ്ഷൻ. ഇനി തൈമസ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് വൈറ്റ് ബ്ലഡ് സെല്ലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് T ലിംഫോസൈറ്റ്സ് എന്ന് പറയും. മേജറായിട്ട് നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ പ്രതിരോധിക്കുക, അതായത് നമ്മൾ രോഗപ്രതിരോധത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ടൈപ്പാണ് T ലിംഫോസൈറ്റ്സ്. ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് ലിംഫിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് പ്ലാസ്മയും അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസും ലിംഫിൽ പ്രസൻ്റ് ആയിരിക്കും. എന്നാൽ RBCയോ അതുപോലെ തന്നെ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ ഓക്കെ ഇതിൽ പ്രസൻ്റ് ആയിരിക്കില്ല, ഈ ലിംഫിൽ പ്രസൻ്റ് ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മേജർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് ഓഫ് കോഴ്സ്
പ്രതിരോധം, രോഗപ്രതിരോധമാണ്, അഥവാ ഇമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ തൈമസിൻ്റെയും സ്പ്ലീനിൻ്റെയും ബോൺ മാരോൻ്റെയും എല്ലാം കാര്യം പറയുമ്പം മെൻഷൻ ചെയ്തത്. സോ അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ആ പിക്ചർ നോക്കുന്ന സമയത്ത് ലിംഫ് വെസൽസ് കാണാം, സ്പ്ലീന് കാണാം, ലിംഫ് നോഡ് കാണാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ വില്ലസിൽ കണ്ടിട്ടുള്ള ഈ ധമനിയെയും ഈ രക്തലോമികളെയും ഈ സിരകളെയും എങ്ങനെയാണ് ഹോൾ ബോഡിയിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഓരോ ബ്ലഡ് വെസലിനെയും അഥവാ ഓരോ രക്തക്കുഴലിനെയും എടുത്ത് പരിശോധിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആർട്ടറി നോക്കാം, അഥവാ ധമനി നോക്കാം. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ആണ്. ഓക്കെ, കട്ടി കൂടിയ ഇലാസ്തികതയുള്ള വാൾസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. പിന്നെന്താണ്? ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. ഓക്കെ, ഹാർട്ടിൽ നിന്നും ബ്ലഡ് ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കാം? ബോത്ത് പ്യുവർ ബ്ലഡും വരാം, ഇംപ്യുവർ ബ്ലഡും വരാം. അത് നമുക്ക് ഹാർട്ട് പഠിക്കുമ്പോൾ നോക്കാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് ഇറ്റ്സ് കാപ്പിലറീസ് ആണ്. ഓക്കെ, എന്താണ് കാപ്പിലറീസിൻ്റെ സ്പെഷ്യാലിറ്റി? ഇറ്റ്സ് ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഓക്കെ, അതിൻ്റെ വാൾസ് ഫോം ചെയ്തിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ മൈന്യൂട്ട് പോർസ് ആർ സീൻ ഇൻ ദ വാൾ. എന്തിനാണ് ഈ പോർസ്? ഈ സൂക്ഷ്മ സുഷിരങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ കേസിൽ കണ്ടതാണ്. ഓക്കെ, ഇനി ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ഓക്കെ, ബ്ലഡ് എങ്ങനെയാണ് ഈ ബ്ലഡ് വെസലിലൂടെ ട്രാവൽ ചെയ്യുന്നത്? വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. ഓക്കെ, ഇനിയുള്ളത് വെയിൻസ് ആണ്. ഓക്കെ, തിൻ വാളാണ്, പൊതുവേ കട്ടി കുറഞ്ഞ വാൾസ് ആയിരിക്കും വെയിൻസിനുണ്ടാവുക. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. അപ്പം നേരത്തെ കേസിൽ കണ്ടു ആർട്ടറീസ്, അവിടുന്ന് ബ്ലഡ് കാപ്പിലറീസ്, എന്നിട്ടാണ് സിരയിലേക്ക് അഥവാ വെയിൻസിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാപ്പിലറീസിൽ ലോ പ്രഷറും ലോ സ്പീഡുമാണ്. അപ്പോൾ അത് തന്നെയാണ് സിരയിലേക്ക് അഥവാ വെയിൻസിലേക്ക് എത്തുമ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ് ദെൻ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. ഓക്കെ, ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസലാണ് ആര്? വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ പോർട്ടൽ വെയിൻസിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. എന്താണ് പോർട്ടൽ വെയിൻസ്? സെർട്ടൻ വെയിൻസ് ഡു നോട്ട് റീച്ച് ദ ഹാർട്ട്. ഓക്കെ, ചില വെയിൻസ് അഥവാ ചില സിരകൾ എവിടെ എത്തുന്നില്ല? ഹൃദയത്തിലേക്ക് എത്തുന്നില്ല. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്? ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. ഓക്കെ, അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് ബ്ലഡിൻ്റെ ട്രാൻസ്ഫർ നടത്തുന്നവരാണ് പോർട്ടൽ വെയിൻസ്. എന്തിനാണ് ഇവരിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? സച്ച് വെയിൻസ് ആർ പോർട്ടൽ വെയിൻസ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ ടു ദ ബ്ലഡ് ആർ ക്യാരിഡ് ടു ദ ലിവർ. ഓക്കെ, നമ്മുടെ ചെറുകുടലിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാകുന്ന ബ്ലഡ്, ആ ബ്ലഡ് നേരെ എങ്ങോട്ടെത്തുന്നു? ലിവറിലേക്ക് എത്തുന്നു. ഓക്കെ, നേരെ എങ്ങോട്ടെത്തുന്നു? ലിവറിലേക്ക് എത്തുന്നു ബൈ ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. അപ്പം പോർട്ടൽ വെയിൻസിനൊരു എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് അഥവാ ഹെപ്പാറ്റിക് പോർട്ടൽ സിര. മേജറായിട്ട് ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഫുഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ജേംസിനെ അഥവാ അതിലുള്ള ടോക്സിസിറ്റീനെ നശിപ്പിക്കുക, ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ലിവറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ സേവ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ഫാറ്റിൻ്റെ ഡൈജഷൻ നടന്ന് കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനും അതിൽ നിന്നും എനർജി ഉണ്ടാക്കിയെടുക്കാനും ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ലിവറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡിലൂടെ ബോഡിക്കകത്തേക്ക് എത്തുന്ന ടോക്സിസിറ്റിയെ, വിഷാംശത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ വേണ്ടി ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസ് നേരെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിര വഴി ലിവറിലേക്ക് എത്തുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഒരു എക്സാമ്പിൾ പഠിച്ചില്ലേ? എന്താ ബി ഒരു എക്സാമ്പിൾ കൂടെയോ? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റീനൽ പോർട്ടൽ വെയിൻസ് അഥവാ റീനൽ പോർട്ടൽ സിര. അത് സസ്തനികളിൽ പൊതുവേ കാണുന്നില്ല. നമ്മുടെ ഫിഷസിൽ അതുപോലെ തന്നെ ബേർഡ്സിലെല്ലാം ഈ സെയിം ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലിവറിലേക്ക് ബ്ലഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ റീനൽ പോർട്ടൽ സിര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വില്ലസിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഹിൻസ് പോലും നോക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ്ലി ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ഓഫ് കോഴ്സ് അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ബിക്കോസ് ബ്ലഡ് കാപ്പിലറീസ് അബ്സോർബ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഒക്കെയാണ്. ഓക്കെ, സോ ബ്ലഡ് കാപ്പിലറി ഓഫ് വില്ലസ് എന്താണ് അബ്സോർബ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്. അതിവിടെ ഫില്ല് ചെയ്യേണ്ടത് അമിനോ ആസിഡ്സ്. നേരെ അത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നേരെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ച പോർട്ടൽ വെയിൻസിലേക്കാണ്. ഓക്കെ, അവിടെ നിന്ന് എങ്ങോട്ടെത്തും? ഡയറക്റ്റായിട്ട് ലിവറിലേക്ക് എത്തും. ക്ലിയർ അല്ലേ? ഇനി ലിവറിൽ നിന്ന് എങ്ങനെയാണ് അത് മേജർ വെയിൻസിലേക്ക് എത്തുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെപ്പാറ്റിക് വെയിൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെപ്പാറ്റിക് വെയിൻ. ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ലിവറിൽ നിന്നും ഹെപ്പാറ്റിക് വെയിൻസിൻ്റെ ഹെൽപ്പോടുകൂടി വെയിൻസിൻ്റെ മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള വീനക്കാവയിലേക്ക് അഥവാ
റൈറ്റ് പൾമണറി വെയിൻസിലേക്ക് ആരെത്തും? ഈ പറഞ്ഞ ലിവറിൽ നിന്നും പോകുന്ന ബ്ലഡ് എത്തും. അപ്പോൾ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവോ? ഇല്ല. ബിക്കോസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ന്യൂട്രിയൻസ് നേരെ ലിവറിലെത്തി അവിടുന്ന് പ്യൂരിഫൈ ചെയ്ത് ഒരു പരിധി വരെ ഈ ടോക്സിസിറ്റിയെ ഇല്ലാതാക്കിയിട്ടാണ് ഹെപ്പാറ്റിക് വെയിൻസ് വഴി വീന കവയിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതേസമയം ഇവിടെ നിന്ന് ആര് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ എങ്ങോട്ടാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാക്റ്റിയൽസ് ഓഫ് വില്ലസ്. നമ്മൾ വില്ലസ് പഠിക്കുന്ന സമയത്ത് കണ്ടതല്ലേ ആരാണ് ഫാറ്റ് ഡൈജഷന് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലാക്റ്റിയൽസ് ഓഫ് വില്ലസിലെത്തുന്നു. അവിടെ നിന്നും ലിംഫ് വെസലിൻ്റെ ഹെൽപ്പോട് കൂടി, ഓക്കെ, അത് ജോയിൻ ചെയ്തുണ്ടാകുന്നതാണ് ലിംഫ് വെസൽ. ആ ലിംഫ് വെസലിൻ്റെ ഹെൽപ്പോട് കൂടി ഡയറക്റ്റ് ആയിട്ട് മേജർ ബ്രാഞ്ച് ആയിട്ടുള്ള വെയിൻസിലേക്ക് എത്തും, അഥവാ വീന കവയിലേക്ക് എത്തും. ഓക്കെ, വീന കവയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഹാർട്ടാണ്. ഹാർട്ടിൽ നിന്നും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ബ്ലഡ് വെസലിനെ പറ്റിയും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷനെ പറ്റിയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസലിൻ്റെ ഫംഗ്ഷനെ പറ്റിയും എല്ലാം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു ബേസ് ഉണ്ടാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഹാർട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഏതൊക്കെ ബ്ലഡ് വെസൽ ഏതൊക്കെ ചേമ്പറിലേക്ക് എത്തുന്നു, അവിടെ വെച്ച് എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർ ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ക്ലാസ് നന്നായിട്ട് കേട്ട് നന്നായിട്ട് പ്രിപ്പയർ ആകുക. താങ്ക് യു.